ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ചിക്കൻ കാലാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴീൻ്റെ കാല് നല്ലോണം വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിലിടണം കേട്ടോ. ചൂടുവെള്ളത്തിലിട്ടിട്ട് വേണം സ്കിന്ന് റിമൂവ് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ നഖമൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ലോണം മുളക് പൊടി ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് മിക്സാക്കി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ട് ചതയ്ക്കണം. ചതച്ചിട്ടെന്ന് വെച്ച് നല്ലോണം ചതച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കൈകൊണ്ട് തിരുമ്മി തന്നെ മിക്സാക്കണം കേട്ടോ. നല്ലോണം മിക്സാക്കിയതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല ഫ്രഷ് കാല് തന്നെ കൊണ്ടുവരണം കേട്ടോ. അന്നന്ന് അറുത്ത കാല് തന്നെ എടുക്കാൻ പാടുള്ളൂ. പഴയതൊന്നും എടുത്തിട്ട് വന്നിട്ട് കൊണ്ടുവെക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ട് കുക്കറിൻ്റെ അകത്ത് ഇതൊന്ന് ആവിയിൽ വേവിക്കണം. വേവിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, അതായത് മസാല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനലെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൽ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും കൂടി ഇടണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്ത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കോഴിക്കാൽ ഇട്ടതിന് ശേഷം എന്ന് വെച്ചാൽ നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് വെക്കുക. നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സാക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കളറൊക്കെ മാറി ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.